മുഹമ്മദ് ഷഹീൻ ഷാ ഈ പേര് കേട്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകണമെന്നില്ല. മറ്റൊരു പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്, മണവാളൻ. യൂട്യൂബർ മണവാളൻ. ആരെ അടുത്തുപോയും എന്ത് പറയാനും എന്ത് ചെയ്യാനും ഈ ചില കമൻറ്റുകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ലേശം ഉളുപ്പും നാണവും മടിയും ഒന്നുമില്ലാത്ത ഒരു യൂട്യൂബറാണ് മണവാളൻ. മണവാളനെ പോലീസ് പിടിച്ചു. 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് മണവാളനെ പോലീസ് പിടിച്ചത്. പോലീസ് പിടിച്ച് മണവാളനെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിൽ പോയതിന് ശേഷം ഈ മണവാളൻ്റെ രൂപമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ തലമുടിയൊക്കെ കളർ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി വല്ലാത്തൊരു രൂപമാണ്. അപ്പോൾ ഇതൊന്നും ഈ ജയിലിനുള്ളിൽ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ്. ജയിലിനുള്ളിൽ എപ്പോഴും നല്ല അച്ചടക്കത്തോടു കൂടി മുടിയൊക്കെ വെട്ടി കറക്റ്റായിട്ട് ഷേവൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടാണ് ജയിൽ പുള്ളികളെ നിർത്തിയിരിക്കുന്നത്. അവിടേക്കാണ് നമ്മുടെ മണവാളൻ കയറി ചെല്ലുന്നത്. മണവാളനായിട്ടല്ല, മണവാളൻ അച്ചടക്ക ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് മണവാളൻ ജയിലിലെത്തുന്നത്. ജയിലിലെത്തിക്കഴിഞ്ഞ ഉടനെ ജയിൽ സൂപ്രണ്ട് ചെയ്തത് ആദ്യം മണവാളൻ്റെ മുടി അങ്ങ് മുറിച്ച് ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി കുട്ടപ്പനാക്കി മണവാളനെ എടുത്തു എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നത് എന്തിനാണ് ഈ മുടി മുറിക്കൽ നടത്തിയത് എന്നുള്ള വിവാദമൊക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരെ സ്വാതന്ത്ര്യമല്ലേ മുടി വളർത്തുന്നത്, എന്തിനാണ് ഇങ്ങനെ മുടി മുറിച്ചത്, മുടി മുറിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഈ മുടി മുറിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. അതിന് ജയിൽ അധികൃതർ പറയുന്ന മറുപടി, മുടി മുറിച്ചത് ജയിലിൽ അച്ചടക്കം കാക്കാനാണ്. അതായത് സെല്ലിലുള്ള പലരും ഈ മണവാളൻ്റെ മുടിയുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിരുന്നു. അതായത് എന്നാൽ പിന്നെ ഞങ്ങൾക്കും ഇതുപോലെ മുടി നീട്ടി വളർത്താമല്ലോ, മുടി ഇങ്ങനെ കളർ ചെയ്യാമല്ലോ, ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ നടക്കാമല്ലോ, അതെന്താ ഞങ്ങൾ നടക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്? ഇവരെപ്പോലുള്ളവർ ജയിലിനകത്തേക്ക് വന്നാൽ ഇവർക്ക് ഇത്തരം അച്ചടക്ക നടപടികൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലേ എന്നൊക്കെ പറഞ്ഞ് ജയിൽ പുള്ളികൾ തമ്മിൽ പരാതിയുമായി സൂപ്രണ്ടിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. സൂപ്രണ്ട് അത് പരിശോധിച്ചപ്പോൾ ശരിയാണ് എന്ന് മനസ്സിലായി. കാരണം ജയിലിൽ ഒരു അച്ചടക്ക നടപടിയുണ്ട്, ഒരു അച്ചടക്ക രീതിയുണ്ട്. ജയിൽ പുള്ളികൾ ഇപ്പോൾ അവർക്ക് മുടി വെട്ടാനും ഷേവ് ചെയ്യാനും ഒക്കെ അവിടെ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കൃത്യമായ അച്ചടക്കത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആര് ജയിലിലേക്ക് വന്നാലും അതേ അച്ചടക്കം, ഇനി ഏത് VIP വന്നാലും ആ അച്ചടക്കത്തിൽ തന്നെയാണ് ജയിലിനുള്ളിൽ കഴിയേണ്ടത്. നമ്മൾ ബോച്ചയുടെ വിഷയം വന്നപ്പോൾ കണ്ടതാണ്. ബോച്ചയെ പിന്നെ 6-ാം നമ്പറുകാരനായി ക്രിമിനലുകാരോടൊപ്പവും റിമാൻഡ് പ്രതികളോടൊപ്പവും ഒക്കെ ബോച്ചയെ കിടത്തി എന്നൊക്കെ ഉള്ളത് നമ്മൾ പത്രത്തിൽ വായിച്ചു. അപ്പോൾ എത്ര കോടീശ്വരനായാലും ജയിലിലെത്തിയാൽ സാധാരണ തടവ് പുള്ളിയാണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കഴിയുകയും വേണം. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഡ്രഗ് അഡിക്ഷൻ പ്രശ്നങ്ങൾ മണവാളൻ പ്രകടിപ്പിച്ചിരുന്നു എന്നും മണവാളിനെ തൃശ്ശൂരിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു എന്നും മറ്റു തടവുകാർക്കൊപ്പം ഇരുത്തിയാണ് ഇയാളുടെ മുടി മുറിച്ചതെന്നും മുടി മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും പറയാതെ അനുസരിച്ചു എന്നാണ് ജയിൽ സൂപ്രണ്ട് പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹം തൃശ്ശൂരിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. അതായത് ഈ ലഹരി കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ലഹരി കിട്ടാതെ വരുമ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മണവാളൻ ജയിലിനുള്ളിൽ കാണിച്ചു തുടങ്ങി. അപ്പോഴാണ് പോലീസുകാർ ഇത് ഡ്രഗ് അഡിക്ഷനാണ് ഇയാൾ, അതുകൊണ്ട് തന്നെ ലഹരിയിൽ വലിയ രീതിയിൽ അടിമയായിപ്പോയി, അപ്പോൾ അതിൽ നിന്ന് മോചിതനാകണമെങ്കിൽ പിന്നെ മാനസികമായ ചില പ്രശ്നങ്ങളും ഇദ്ദേഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മണവാളനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന എല്ലാവർക്കും തലയ്ക്കകത്ത് പ്രാന്തെന്നോ വട്ടെന്നോ അല്ല ആളുകൾ ചിന്തിക്കേണ്ടത്. ഈ ലഹരിയുടെ ഉപയോഗം അമിതമാകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന മാനസികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് കിട്ടാതെ വരുമ്പോൾ ഇവർ സ്വയം ശരീരത്തെ വേദനിപ്പിക്കുക, മുടികൾ പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ കൈകൾ കടിക്കുക, അല്ലെങ്കിൽ തലയൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും ഇടിക്കുക, ഇതൊക്കെ സിനിമയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ മാനസികമായ വിഭ്രാന്തി പ്രകടിപ്പിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെ പോയപ്പോൾ പരിശോധന നടത്തിയപ്പോഴാണ് ലഹരിക്ക് അടിമയാണ് ഇദ്ദേഹം, ഈ മണവാളൻ എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരം ലഹരിക്ക് അടിമകളായ പല യൂട്യൂബർമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുമ്പോൾ പല സംസാരങ്ങളും സമൂഹത്തിൻ്റെ പല വിഷയങ്ങളും എടുത്തിട്ട് അവർ വലിയ രീതിയിൽ റിയാക്ഷൻ നടത്തുന്നതും വലിയ രീതിയിൽ അവലോകനം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴാണ്
ഇവരൊക്കെ പല കേസുകളിലും പ്രതികളെന്നും ലഹരിക്ക് അടിമകളെന്നും ഒക്കെ പറയുന്നത്. ഈ മീശക്കാരൻ എന്ന് പറയുന്ന ഒരു മീശക്കാരൻ വിനീത് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. മാലമോഷണ കേസിലും ലൈംഗിക പീഡന കേസിലും ഒക്കെ അയാൾ പ്രതിയാണ്. പിന്നീട് പെട്രോൾ പമ്പിൽ നിന്ന് ബൈക്കോ മാലയോ ഒരു മോഷണം പോയ കേസിൽ ഇയാൾ പ്രതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ യൂട്യൂബർമാർ കാണിക്കുന്ന പ്രശ്നങ്ങൾ അത് പലപ്പോഴും പലരെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പല യൂട്യൂബർമാരും ഇത്തരത്തിൽ ക്യാമറയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പല കാര്യങ്ങളും സംസാരിക്കും, റിയാക്ഷൻ വീഡിയോ നടത്തും, പല വാർത്തകളും എടുത്തിട്ട് അവർ അലക്കും, പല രീതിയിലുള്ള ചർച്ചകൾ നടത്തും, വലിയ അസഭ്യമായ തെറിവിളികളോടുകൂടി പല കാര്യങ്ങളും പറയുകയും നടത്തുകയൊക്കെ ചെയ്യും. അതായത് ഇവർക്ക് അറിയാത്ത ആളുകളെക്കുറിച്ച് പോലും വളരെ മോശമായ കാര്യങ്ങൾ പറയുകയും തെറി വിളിക്കുകയും അങ്ങനെ തെറി മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന പല യൂട്യൂബ് ചാനലുകളുണ്ട്. എടുത്തു കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും കുഞ്ഞമ്മയും കൊച്ചിച്ചനെയും വീട്ടിലിരിക്കുന്ന അപ്പൂപ്പനെയും അമ്മുമ്മയും വരെ തെറി വിളിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കുന്ന പല യൂട്യൂബ് ചാനലുകളുമുണ്ട്. അപ്പോൾ അത്തരം യൂട്യൂബ് ചാനലുകൾക്ക് അല്ലെങ്കിൽ അത്തരക്കാരുടെ പിന്നാമ്പുറങ്ങൾ നമ്മൾ തേടി പോകുമ്പോഴാണ് പല ഞെട്ടിക്കുന്ന കഥകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മണവാളൻ്റെ യൂട്യൂബ് ചാനലൊക്കെ പലപ്പോഴും കാണുമ്പോൾ പ്രാങ്ക് വീഡിയോസാണ് കൂടുതൽ. എന്താണ് ഇയാൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ തന്നെ ഞെട്ടിത്തരിച്ചിരിക്കും. ഇയാൾ ഇനി എന്ത് പ്രാങ്ക് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി എന്ത് പ്രാങ്കാണ് കാണിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ചിലപ്പോൾ പേടിയിലൊക്കെ ഇരിക്കുന്നു, എന്തായിരിക്കും ഇയാൾ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ളത്. പക്ഷേ ഈ ലഹരി ഉപയോഗം കൂടിക്കഴിയുമ്പോൾ ഇവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് തന്നെ വളരെ അരോചകമായി തോന്നിയാലും ഇവർ അത് വലിയ രീതിയിൽ ഇവരെ ഒരു തരത്തിലും അത് അരോചകമാക്കി തോന്നിപ്പിക്കില്ല എന്നുള്ളതാണ്. കാരണം ഉള്ളിൽ ലഹരി കിടക്കുന്നു, ആ ലഹരിയാണ് ഇവരെ പലപ്പോഴും പലതും ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം യൂട്യൂബർമാരെ നിരീക്ഷിക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ തൊപ്പിയൊക്കെ കഞ്ചാവിന് അല്ലെങ്കിൽ പിന്നെ ലഹരികൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തൊപ്പിക്കൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ആരാധകർ. തൊപ്പി അറസ്റ്റിലാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി അംഗൻവാടികളിൽ സമരമുണ്ടാകുമോ, അംഗൻവാടി കുഞ്ഞുങ്ങൾ രംഗത്തിറങ്ങുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു. കാരണം അത്ര കുഞ്ഞു തലമുറകളെ വരെ സ്വാധീനിക്കാൻ ഈ ചില യൂട്യൂബർമാർക്ക്, എല്ലാവരെയും അല്ല, ചില യൂട്യൂബർമാർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തൊപ്പിയെപ്പോലുള്ളവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ പലപ്പോഴും തുണിയൊക്കെ ഊരി കാണിക്കുന്നു, ഇട്ടിരിക്കുന്ന നിക്കർ ഊരി കാണിക്കുന്നു, ലൈവിലാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം മാനസികാവസ്ഥകൾ പിന്നീട് തൊപ്പിക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് വരെ ആളുകൾ ചോദിച്ചു തുടങ്ങി. പിന്നീട് ലഹരി ഇടപാട് കേസിൽ തൊപ്പിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ്. തൊപ്പി 3 പെണ്ണുങ്ങളും അതിൽ ഉൾപ്പെടുന്നു, 3 സ്ത്രീകളും അതിലുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ അധികം നമ്മുടെ കുഞ്ഞു തലമുറകളെ ബാധിക്കുന്നു എന്നുള്ളതാണ്, അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മണവാളനെ പോലുള്ള തൊപ്പിയെപ്പോലുള്ള ഇത്തരം തെറികൾ പറഞ്ഞ് സമൂഹത്തെ വഴിതിരിച്ചു വിടുന്ന ചില മാനസിക നില തെറ്റിയ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ചാനലുകൾ വരെ പിന്നെ പൂട്ടിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ മാറണം എന്നുള്ളതാണ്.